അല്ല, എന്തായാലും ഒരു അതിവേഗ റെയിൽ വരട്ടെ. നമ്മൾ സിൽവർ ലൈനെ എതിർത്തത് ഒന്ന് പാരിസ്ഥിതികമായ വിഷയങ്ങളുടെ പേരിലും ഒന്ന് സാമ്പത്തികമായ വിഷയങ്ങളുടെ പേരിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു DPR ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിനർത്ഥം കേരളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ വേണ്ടെന്നല്ല. ഓൾട്ടർനേറ്റീവ് ബദലുകൾ പരിശോധിക്കട്ടെ. അതിനെന്താ ഇപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ടെന്ന് ആളുകളെല്ലാം ഇവർ റെയിൽ കൊണ്ടുവരാൻ പോകണമെന്ന് പറഞ്ഞ് ഇവർക്ക് വോട്ട് ചെയ്യാൻ പോകണ്ട. അതൊന്നുമില്ല. അതിവേഗ റെയിൽ വരട്ടെ, അതിന്റെ പ്രപ്പോസൽ വരട്ടെ, അതിന്റെ DPR തയ്യാറാക്കട്ടെ. ഞങ്ങൾ പറഞ്ഞ പോയിന്റ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം വളരെ പ്രധാനപ്പെട്ട ഘടകമായതിനു ശേഷം കേരളത്തിൽ അത്തരം പദ്ധതികൾ വരുമ്പോൾ എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി വേണം. ഇങ്ങനെ 30 അടി ഉയരത്തിലേക്ക് എംബാങ്ക്മെന്റ് ഒക്കെ പണിഞ്ഞു വെച്ചാൽ കേരളം ഇവിടെ പോകും. അത് അംഗീകരിക്കപ്പെട്ടില്ല. ഞങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടാണ് UDFന്റെ സബ് കമ്മിറ്റി വളരെ വിശദമായ വിദഗ്ധരുമായി പഠനം നടത്തിയതിനു ശേഷമാണത്. പ്രാക്ടിക്കൽ അല്ല, കേരളത്തിൽ പ്രായോഗികമല്ല എന്ന് പറഞ്ഞാൽ അതിപ്പോ ശരിവെച്ചില്ലേ. ഗവൺമെന്റ് തന്നെ അത് ഉപേക്ഷിച്ചു. ഗവൺമെന്റ് തന്നെ ഞങ്ങൾ സമരം ചെയ്ത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്കിവിടെ അതിവേഗ റെയിൽ വേണ്ടെന്നുള്ളതല്ല. ഏത് നല്ല പ്രപ്പോസൽ വന്നാലും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. DPR വന്ന് വളരെ വിശദമായി അത് പഠിച്ച് ഞങ്ങൾ തന്നെ പറഞ്ഞു. കാരണം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ നിരവധി വളവുകളുണ്ട്. ആ വളവുകൾ സ്ട്രെയിറ്റൈൻ ചെയ്ത് നിലവിലുള്ള പാതയുടെ കൂടെ തന്നെ ഡബിൾ ലൈനോ വല്ലതും പണിത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് റെയിൽ വേണം. സ്പീഡിൽ സഞ്ചരിക്കണം. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിൽ ഉണ്ടാകണം. അതിനൊന്നും നമ്മളെതിരല്ല. സിൽവർ ലൈൻ ഇതൊന്നും പഠിക്കാതെ ചെയ്ത തട്ടിക്കൂട്ട് പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ എതിർത്തത്. ഇപ്പൊ യാഥാർത്ഥ്യമായി. ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന്. വരട്ടെ, നല്ല കാര്യങ്ങൾ വരുമ്പോൾ എന്തിനാ എതിർക്കണം? വരട്ടെ.